സോ നമ്മുടെ നാട്ടിലിപ്പോൾ കല്യാണം കഴിക്കാൻ എത്ര രൂപയാണ്? ഞാൻ പറഞ്ഞതൊരു ചെറിയ ഒരു മിനിമം പരിപാടിക്കാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം ഒരു 7-8 ലക്ഷം റുപ്യയാണ് മിനിമം. അതായത് ഒരു 3 പവൻ മഹർ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 4 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വേണം. പിന്നെ അവൻ്റെ വീടൊന്ന് സെറ്റാക്കാൻ ചെറുതായിട്ട്, പിന്നെ അവന് ഡ്രസ്സ് എടുക്കാൻ, അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ, പിന്നെ കല്യാണത്തിൻ്റെ ഫുഡ്, അങ്ങനെയൊക്കെ പാടൊരു 7-8 ലക്ഷം റുപ്യ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതിലാരും കുറച്ചും ചെയ്യുക കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മിനിമം ഒരു കണക്കാണ് പറഞ്ഞത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 7-8 ലക്ഷം റുപ്യ ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ എത്ര വർഷത്തോളം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എത്ര വർഷത്തോളം അവൻ കഷ്ടപ്പെടണം? ഒരു 30-40 സാലറി ലോനൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 3-4 വർഷം വർക്ക് ചെയ്യണം. നല്ലോണം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇവന് ഈ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് ഇവൻ കല്യാണം കഴിക്കുന്നത്, അല്ലേ? എന്നിട്ട് കല്യാണം കഴിച്ചവന് വലിയ സമാധാനം ഉണ്ടോ? എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പെണ്ണായാലും ആണായാലൊക്കെ മനസ്സിലാക്കുക, ഒരാൾ കല്യാണം കഴിക്കാം, ഒരു മനുഷ്യൻ്റെ 3-4-5 വർഷത്തോളം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ പൈസയാണ് അവൻ സ്പെൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ റൈറ്റ് പേഴ്സണെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ട ക്യാഷും കാര്യങ്ങളൊക്കെ വെറുതെ പോകും.